ആനന്ദ്, ആനന്ദ്, എന്താ ഫാദർ? എന്താടാ ഇത്? ഫോട്ടോസ്. എങ്ങനെയുണ്ട്? ഞാൻ എടുത്താണ്. നന്നായിട്ടില്ലേ? ഇതാ അടിയോടിയുടെ മകളല്ലേ? അതെ. അതിനെന്താ? ഐ ലവ് ഹെർ. എന്ത്? ഐ ലവ് ഹെർ. ഐ വിൽ മാരി ഹെർ. ഒന്നുകളെയും തന്നെ ഞാൻ ഓർമ്മിച്ചോ? ഓൾ റൈറ്റ്, നോ ഒബ്ജക്ഷൻ. അമ്മേ, അമ്മേ, ഇടോ ഇവിടോടോ. എന്താടോ ഇതിന്റെ അർത്ഥം? അപ്പൊ താനും കൂടെ കൂട്ടുനിന്നിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ അല്ലേ? കൊച്ചുമുതലാളിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ തന്റെ മോളെ ഇഷ്ടം പോലെ അങ്ങ് പ്രേമിക്കാൻ അല്ലേ? താൻ വകുപ്പ് പറഞ്ഞാണല്ലേ? ദൈവത്താണ് എന്റെ വകുപ്പ്, എനിക്ക് അറിഞ്ഞൂടെ. ഞാനൊരു കുറ്റക്കാരനല്ല താനും. നിങ്ങൾ എന്തിനാ മനുഷ്യ പേടിക്കുന്നത്? അച്ഛന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാനൊന്ന് നോക്കട്ടെടാ. വേണമെങ്കിൽ ഞാൻ എന്റെ മകളെ അങ്ങ് കൊന്നേക്കാം. കൊല്ലയൊന്നും വേണ്ട. അവളോട് പറഞ്ഞേക്ക് എന്റെ മകനെ വിവാഹം കഴിക്കാനുള്ള ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിക്കാൻ. അല്ലെങ്കിൽ അറിയാം. പൊയ്ക്കോ. പോവേണ്. എന്താ സംഭവം? പറയാം. വില്ലന്മാർ രണ്ടുപേരോടും കൂടിയാണ് പറയുന്നത്. ജാനുവിനോ അവളുടെ അച്ഛനോ വല്ല ആപത്തും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മകന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. എന്നാൽ നമ്മൾ തമ്മിലുള്ള പഴയ കണക്ക് ഇവിടെ വെച്ച് തന്നെ തീർത്തേക്കാം.
ജാനു. രാഘവ, എന്ത് സംഭവിച്ചു? തൽക്കാലം ഒന്നും സംഭവിച്ചില്ല. സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടു. വരൂ. മോനെ, ഞങ്ങൾക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം മാത്രം മതി. കാലോട്ട് വന്നിക്കേ. ദീർഘായുസ്സായിരിക്കണം. ഇവിടെ വെച്ച് ആഘോഷമായി നടത്തണമെന്ന് വിചാരിച്ചതാ ഞാൻ നിന്റെ കല്യാണം. എന്തിനാ മോനെ ഇത്ര ധൃതി പിടിച്ചത്? അതിന് കാരണം അച്ഛനോട് ചോദിച്ചാ പറയും. ഇറങ്ങിപ്പോടാ അവിടുന്ന്. ഇനി നീ ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കൊള്ളാം. ഒരു കല്യാണം കഴിച്ചാൽ അച്ഛന് മകനല്ലാതാവുമോ? ഈ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാ ഞാൻ പറഞ്ഞത്. ഏതായാലും അവൻ അവളെ കല്യാണം കഴിച്ചു. നീ ഇനി ഇവരോട് വക്കാണത്തിനൊന്നും പോകണ്ട. എനിക്ക് അമ്മയുടെ പഞ്ചായത്തൊന്നും വേണ്ട. ഇറങ്ങണ വിളി. തൊട്ടു പോവരുത് അവന്. നിനക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട് ഇവിടെ അവകാശം. ഇവരെന്റെ കൂടെ ഇവിടെ തന്നെ താമസിക്കും. നിങ്ങൾ അകത്ത് പോവാ മക്കളെ. ഇങ്ങനെയൊക്കെ ചില തിരിച്ചടി ഇടയ്ക്കൊക്കെ നിനക്കും ആവശ്യമാണ്.